അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇശാ നിസ്കരിച്ചതിന് ശേഷം സംസാരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. സർവ്വ ഫിഖ്ഹിന്റെ കിതാബുകളിലും കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലബ്ബുകളിൽ ഒരുമിച്ച് കൂടുക, ബസ് സ്റ്റാൻഡുകളിൽ ഒരുമിച്ച് കൂടുക, അതുപോലെ തന്നെ ഇശാ നിസ്കരിച്ചതിന് ശേഷം പള്ളിമുറ്റത്തുകളിൽ ഒരുമിച്ച് കൂടി സംസാരിക്കുക, അത് പാടില്ല. ഇശാ നിസ്കരിച്ചതിന് ശേഷം അനാവശ്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഹലാലായ കാര്യങ്ങളായാലും തന്നെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കറാഹത്തായ സംസാരങ്ങള്, ഹറാമായ സംസാരങ്ങൾ എങ്ങനെ തന്നെ പാടില്ല എന്നുള്ളത് നിഷിദ്ധമാണെന്ന് മുമ്പേ അറിയപ്പെട്ടതാണ്. കാരണം അതിനേക്ക് പറഞ്ഞത്, ചിലപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കൂല, ലേറ്റായി ഉറങ്ങിയാൽ സുബഹി നിസ്കാരം കളാകാൻ ചാൻസ് ഉണ്ട്. അതിനു പുറമെ ചിലപ്പോൾ ആ ഉറക്കുകൊണ്ട് മരണപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അനാവശ്യ സംസാരങ്ങൾ, അനാവശ്യ ഫിൽമുകൾ, അനാവശ്യ ഫോട്ടോകളൊക്കെ നോക്കി ഉറങ്ങിയാൽ അവൻ ചിലപ്പോൾ ഈമാനില്ലാതെ മരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവസാനത്തെ വാക്കുകളും അവസാനത്തെ ദിക്റുകളും അവസാനത്തെ ഇബാദത്തുകളും ഖൈറാത്തുകളെ കൊണ്ടായിരിക്കണം, അന്ത്യം ഖൈറാത്തുകളെ കൊണ്ടായിരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യം വളരെയേറെ ശ്രദ്ധിക്കണം. ഖുർആൻ ഓതുക, ദിക്റ് ചൊല്ലുക, വയല് കേൾക്കുക, ദർസ് നടത്തുക, അതുപോലെ തന്നെ ദീനിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, വിരുന്നുകാരോട് സംസാരിക്കുക, മണിയറയിൽ ഭാര്യ ഭർത്താക്കന്മാർ കുശലം പറയുക, ഇതൊക്കെ പാടുള്ളതാണ്, അത് വിരോധമില്ല. എന്നല്ലാതെ മറ്റുള്ള സംസാരങ്ങളൊക്കെ ഇശാ നിസ്കരിച്ചതിന്റെ ശേഷം പാടില്ല. തുഹഫ എടുത്തു നോക്കിയാൽ കാണാം, ഹദീസു ബഅദഹാ ഐ ബഅദ ഫീലിഹ, ഇശാ നിസ്കരിച്ചതിന് ശേഷം സംസാരിക്കൽ കറാഹത്താണ്. എന്തുകൊണ്ട്? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യക്റഹു, സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംസാരിക്കലിനെ വിരോധിച്ചിരുന്നു. അതുപോലെ തന്നെ വയുക്റഹുന്നാമു ഖബ്ലഹ, ഇശാ നിസ്കരിക്കുന്നതിന് മുമ്പ് ഉറങ്ങൽ കറാഹത്താണ്. വൽ ഹദീസു ബഅദഹ, ഇശാ നിസ്കരിച്ചതിന് ശേഷം സംസാരിക്കലും കറാഹത്താണ്. അതാ ഇവിടെ അബൂ ബർസ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം, നഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൻ നൗമി ഖബ്ലഹാ വൽ ഹദീസി ബഅദഹാ, ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാഇന്റെ മുമ്പ് ഉറങ്ങലിനെ തൊട്ടും ഇശാഇന്റെ ശേഷം സംസാരിക്കലിനെ തൊട്ടും വിരോധിച്ചിരിക്കുന്നു എന്ന് ഹദീസ് കാണാം.